ഈ പാട്ട് കേട്ടപ്പോൾ, ഇതിൻ്റെ ചരണം കേട്ടപ്പോൾ ഞാൻ മറ്റൊരു ലോകത്തിലേക്ക് സഞ്ചരിക്കുകയും ചെയ്തു. കാരണം ചരണം തുടങ്ങുന്ന വയലാർ അദ്ദേഹത്തിൻ്റെ മാന്ത്രിക സ്പർശം കൊണ്ട് ഈ മഴ എങ്ങോട്ട് പോകുന്നു എന്നാണ്. കൺപീലികളിൽ തങ്ങി, കണ്ണൻ്റെ പീലിയിലാണ് ആദ്യത്തെ മഴത്തുള്ളി വീണത്. കവിളിലെ കമലക്കൂമ്പുകൾ നുള്ളി, മാറിൽ പൊട്ടിപ്പടർന്നു ചിതറി, മൃദുരോമങ്ങളിലിടറി, പൊക്കിൽ കുഴിയൊരു തടാകമാക്കിയ പവിഴമഴത്തുള്ളി, പണ്ട് ശ്രീ പാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി, സുന്ദരിയാക്കി, പനിനീർമഴ പൂമഴ തേന്മഴ. ഈ പാട്ട് കേട്ടപ്പോഴാണ് ഞാൻ കാളിദാസനെ ഓർക്കുന്നത്. കുമാരസംഭവത്തിൽ ഒരു സർഗത്തിൽ കാളിദാസൻ ഈ പനിനീർ മഴയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കാരണം ഉമ എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം പാർവതി എന്നാണ് നമ്മൾ ധരിക്കുന്നത്. മകളെ അരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. എന്തരുത്? നീ ശിവനെ തപസ് ചെയ്യാൻ പോകാൻ പാടില്ല. കൈലാസത്തിൻ്റെ ഏതോ ഒരു താഴ്വരയിൽ വെച്ച് പാർവതി മാനസ സരോവരത്തിൽ കുളിക്കാൻ ചെന്നപ്പം ഒരു ഇടിമിന്നൽ പോലെ പരമേശ്വര പ്രഭുവിനെ കാണാണ്. കണ്ടപ്പോൾ പ്രഥമാനുരാഗം, പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരനായി എന്ന് പറഞ്ഞ മാതിരി പ്രഥമ ദൃഷ്ട്യ അനുരാഗ വിവശയായി പാർവതി. അങ്ങനെ പാർവതിക്ക് ഭ്രമമായി. അന്ന് മൊബൈലൊന്നുമില്ലല്ലോ കൈലാസത്തിലേക്ക് വിളിക്കാൻ, വെബ്സൈറ്റ് ചാറ്റിങ്ങുമില്ല. ഭൂർജവൃക്ഷത്തിൻ്റെ ഇലയിൽ നാരായം കൊണ്ട് എഴുതി അയക്കണം ലേഖനം. പ്രണയലേഖനം എങ്ങനെ എഴുതും? ഒരു മുനികുമാരികയല്ലോ എന്ന് വയലാർ ശങ്കിച്ചിട്ടുണ്ട്. അങ്ങനെ പാർവതി ശിവനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. കണ്ടു, പ്രണയം അഭ്യർത്ഥിച്ചു. ശിവൻ നിഷ്കരുണം നിരസിച്ചു. ഇഷ്ടമല്ല എനിക്ക് തന്നെ എന്ന് തന്നെ നിർദാക്ഷിണ്യം ശിവൻ പറയും. എന്നാൽ താങ്കളെ ഞാൻ കല്യാണം കഴിക്കുമെന്ന് ശാഠ്യം ഇവിടെയും തുടങ്ങി. പെണ്ണുരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാൻ പറ്റില്ല എന്നാണല്ലോ ശാസ്ത്രം. അങ്ങനെ അന്വേഷിച്ചു, പ്രണയമായി. തപസ് തുടങ്ങി. പഞ്ചാഗ്നി മധ്യത്തിലാണ്, 4 ഭാഗത്തും തീയും മുകളിൽ ജ്വലിച്ചിരിക്കുന്ന സൂര്യനും. ഈ തപസ്സിൻ്റെ ഒരു മൂർധന്യതയിൽ തപസ്സിന് ഇറങ്ങാണ് വീട്ടിൽ നിന്ന് അമ്മയോട് അനുഗ്രഹം വാങ്ങി, അച്ഛനോട് അനുഗ്രഹം വാങ്ങി, പഞ്ചാഗ്നി മധ്യത്തിലേക്ക് കൈലാസ സാനുവിലേക്ക് പോകുന്ന പാർവതിയോട് അച്ഛൻ വിളിച്ചു, ഉമാ മകളെ അരുത്, മകളെ അരുത്. അതാണ് പിന്നീട് പര്യായമായത്. പക്ഷേ മകൾ അച്ഛൻ്റെ ആ പിൻവിളിക്ക് കാതോർത്തില്ല. തപസ് ചെയ്തു. വർഷങ്ങളോളം തപസ് ചെയ്തപ്പോൾ ശിവൻ ഒരു വൃദ്ധ ബ്രാഹ്മണനായിട്ട് വേഷം മാറിയിട്ട് പാർവതിയെ കാണാൻ വരുന്നു. എന്നിട്ട് ശിവനെക്കുറിച്ച് ഇൻ്റർനാഷണൽ പാര പറഞ്ഞു കൊടുക്കുകയാണ്. ശിവൻ ശ്മശാനത്തിലെ ഭസ്മമാണ് ധരിക്കുക. ശിവൻ്റെ വാഹനം യമഹയല്ല, അത് കാളയാണ്. അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ രുദ്രാക്ഷമല്ല, അദ്ദേഹത്തിൻ്റെ കഴുത്തിൽ സർപ്പമാണ്. അദ്ദേഹത്തിൻ്റെ മൂർധാവിൽ വേറൊരു പെൺകുട്ടി ഒളിച്ചിരിപ്പുണ്ട്, ഗംഗ. സപത്നിയായിട്ട് ജീവിക്കേണ്ടി വരും. എല്ലാം പറഞ്ഞപ്പോൾ എനിക്കത് മതി, എനിക്ക് കുഴപ്പമില്ല. ചുടലയിലാണ് താമസം, ആയിക്കോട്ടെ, ഞാൻ താമസിച്ചോളാം. ഈ ശാഠ്യത്തിൻ്റെ മൂർധന്യതയിൽ പാർവതി വഴങ്ങില്ല എന്ന് കണ്ടപ്പോൾ അവൾ വാടിയിരിക്കുന്നു താമരത്തണ്ട് പോലെ. ശിവനെ തോന്നി, ഇനി ഇവളുടെ അടുത്ത് നടക്കില്ല. പ്രണയം മറ്റെന്തിനെ ഗൗനിക്കേണ്ടു എന്ന് വിജയലക്ഷ്മി ഒരു കവിതയിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്നിനെയും ഗൗനിക്കാതെ പ്രണയം പാർവതിയുടെ പക്ഷത്തേക്ക് ഭാരം കൂടുകയും ശിവൻ്റെ തുലാസിൻ്റെ തട്ട് ഉയരുകയും ചെയ്തു. അപ്പോൾ ശിവൻ എന്ത് ചെയ്തു വെച്ചാൽ ഒരു മഴ പെയ്ച്ചു. ഒരു മഴ. ഇവിടെ ഈ 5 അഗ്നിയുടെ ചൂടിൻ്റെ നടുക്കിരിക്കുകയാണല്ലോ. അപ്പോൾ ഇവിടെ തണുപ്പിക്കണം, മനസ്സ് തണുപ്പിക്കണം, ശരീരം തണുക്കണം. അതിന് മൂർധാവിൽ ഭ്രാന്ത് ഉള്ള രോഗികൾക്കൊക്കെ നമ്മൾ ചികിത്സക്കാർ അഷ്ടാംഗഹൃദയപ്രകാരമൊക്കെ സാരസ്വതാരിഷ്ടം കഴിക്കാൻ കൊടുക്കും. മാനസമിത്ര വടകം മൂർധാവിലിടും, തണുക്കാനാണ് ശരീരം.
എല്ലാ നാഡീവ്യൂഹങ്ങളും തണുക്കാൻ, തന്മൂലം മനസ്സ് തണുക്കാൻ. അതാണ് ചികിത്സാശാസ്ത്രം. അതുപോലെ ഒരു മഴ കൊണ്ട് ശിവൻ പാർവതിയെ തണുപ്പിക്കുകയാണ്. പ്രഥമ ഉദക ബിന്ദവഹ എന്നാണ് കാളിദാസൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത്. ആദ്യത്തെ ഉദക ബിന്ദവഹ, വെള്ളത്തുള്ളി. ഈ മഴയിലെ ആദ്യത്തെ വെള്ളത്തുള്ളി സ്ഥിതാക്ഷണം പക്ഷ്മസുതാടിതാധര പയോധരോത്സേധ നിവാദചൂർണിത വലീഷു തസ്യാ സ്ഖലിതാ പ്രഭേദിരേ ചിരേണ നാഭിം പ്രഥമ ഉദക ബിന്ദവഹ. ആദ്യത്തെ വെള്ളത്തുള്ളി സ്ഥിതാക്ഷണം, പക്ഷ്മം കൺപീലി, പക്ഷ്മം കൺപീലിയാണ്. അവിടുന്ന് സുതാടിതാധര, വിറയ്ക്കുന്ന ചുണ്ടുകളിലേക്ക്. മഴ വീണ്ടും കോരിച്ചൊരിഞ്ഞ് ഹിമാലയ ശൃംഗത്തിന് പെയ്യാൻ തുടങ്ങി. അത് പയോധരോത്സേധ നിപാതചൂർണിത, പയോധരത്തിലേക്ക്, പാല് ധരിക്കുന്ന, അതായത് മുലകളിലേക്ക് വീഴുകയും അവിടുന്ന് ചിരേണ, പതുക്കെ ക്രമേണ, നാഭിയിലേക്ക് വീഴുകയും അവിടെ ഒരു തടാകമാകുകയും ചെയ്യും. ഈ ചിത്രമാണ് വയലാർ എനിക്ക് കൊളംബസ് കുമാരൻ കൊണ്ടുതന്ന പാട്ടുപുസ്തകത്തിലെ ആദ്യത്തെ പാട്ട്, ഭൂമിദേവി പുഷ്പിണിയായി എന്ന ചിത്രത്തിലെ പാട്ട്. ആ കവിത കാളിദാസ സ്വാധീനം കൊണ്ട് വയലാർ ആ കവിത പരിഭാഷപ്പെടുത്തുകയല്ല, തൻ്റേതായൊരു ഒരു വെളിച്ചം, ഒരു ടോർച്ച് കാളിദാസ കൃതിയിലേക്ക് അടിക്കുകയായിരുന്നു. പനിനീർമഴ, പൂമഴ, തേന്മഴ, മഴയുടെ വിശേഷണമായി. അത് കാളിദാസൻ്റേതില്ല, ഇത് വയലാറിൻ്റെ മഴകളാണ്. പനിനീരിൻ്റെ മഴയും പൂമഴയും തേന്മഴയും. വയലാർ മാത്രം മലയാള ചലച്ചിത്ര ഗാനത്തിലേക്ക് പെയ്ത മഴയാണ്, വേറെ ആരും ആ മഴ പെയ്തിട്ടില്ല. നമുക്ക് ഇനി അങ്ങനെ ഒരു മേഘത്തെ ഘനീഭവിപ്പിക്കാനും പറ്റില്ല. മഴയിൽ കുതിരുന്നൊരഴകേ, ആ മഴയിൽ കുതിർക്കുന്ന അഴകാണ്. നനയുന്നത് കഞ്ചുകമോ സഖി, നിന്നെ പൊതിയും യൗവനമോ. ജയഭാരതിയാണ് നായിക, പ്രേം നസീറാണ് നായകൻ. നസീർ സാർ ചോദിക്കുകയാണ്, ഈ പനിനീർ മഴ കൊണ്ടും പൂമഴ കൊണ്ടും തേന്മഴ കൊണ്ടും നീ നനയുന്നത് നീയാണോ, നിൻ്റെ സൗന്ദര്യമാണോ? കഞ്ചുകത്തിൽ പൊതിയുന്ന, മാർക്കച്ച മുറുകുന്ന, നനയ്ക്കുന്ന നിൻ്റെ യൗവനമാണ് എന്നതിനെ കയ്യൊപ്പെടുന്നുണ്ട്. പണ്ട് ശ്രീപാർവതിയെ പോലെ നിന്നെയും സുന്ദരിയാക്കി